പരിശുദ്ധ അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളായ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം കണ്ടെത്താൻ, അമ്മയുടെ വിമല ഹൃദയത്തിൽ അഭയം കണ്ടെത്തി വിശുദ്ധീകരിക്കപ്പെടാൻ, എല്ലാ അപകടങ്ങളിൽ നിന്നും സംരക്ഷണം ലഭിക്കാനുമുള്ള ആ ഒരു തീർത്ഥാടനം 7-ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മെ തന്നെ വിശുദ്ധീകരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. മൂലപാപങ്ങളെ പറ്റിയുള്ള ധ്യാനത്തിലാണ് ഇന്നത്തെ ദിവസം. പലതരത്തിലുള്ള ആസക്തികളിലേക്ക് നമ്മെ നയിക്കുന്ന നമ്മുടെ എല്ലാ കെട്ടുകളിൽ നിന്നും മോചിതരായിത്തീരാൻ, എല്ലാ തഴക്കദോഷങ്ങളിൽ നിന്നും മോചിതരായിത്തീരാൻ, ദുഃഖകരമായ രഹസ്യങ്ങൾ, രണ്ടാമത്തെ ദിവ്യരഹസ്യം നമുക്ക് ധ്യാനിക്കാം. കൽത്തൂണിൽ കെട്ടപ്പെട്ട് ചമ്മട്ടികളാൽ അടിക്കപ്പെടുന്ന യേശുക്രിസ്തു എനിക്ക് നിങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനാണ്, പീഡിപ്പിക്കപ്പെട്ടവനാണ്, എന്റെ ജഡികാസക്തിക്ക് പരിഹാരം അനുഷ്ഠിച്ചവനാണ് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് രഹസ്യം ധ്യാനിക്കാം. ഇതിന് തുടർച്ചയായി നിങ്ങൾ ജപമാല സ്വകാര്യമായി ചൊല്ലി, കുടുംബമായി ചൊല്ലി സമർപ്പിക്കണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ അമ്മേ, എൻ്റെ ആശ്രയമേ,
എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ, എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധയമ്മേ എൻ്റെ ആശ്രയമേ. എന്നെ ഈശോയുടേതാക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങേ ഇഷ്ടദാസിയായ അങ്ങേ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിന്റെ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ശക്തമായ മധ്യസ്ഥത വഴി എന്നിൽ വന്നു നിറയണമേ. എന്നിൽ വന്ന് നിറയണമേ. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വചനങ്ങൾ. വ്യഭിചാരം ചെയ്യരുത് എന്ന് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. വലത്തു കണ്ണ് നിനക്ക് പാപഹേതുവാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ശരീരമാകെ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. വലതുകരം നിനക്ക് പാപഹേതുവാകുന്നുവെങ്കിൽ അത് വെട്ടി ദൂരെ എറിയുക. ശരീരമാകെ നരകത്തിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് അവയവങ്ങളിലൊന്ന് നഷ്ടപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ മൂലപാപങ്ങളിൽ 2 പാപങ്ങൾ, അഹങ്കാരവും ദ്രവ്യാസക്തിയും നമ്മുടെ ധ്യാനത്തിന് വിഷയമാണ്. ഈ ദിവസം ഒന്നാമതായി ജഡീകാസക്തിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുന്നു. ദൈവത്തിന്റെ ആലയമാണ് നാം ഓരോരുത്തരും. മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആലയമായി തീർന്നവരാണ്. വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ നാം ഓരോരുത്തരും സക്രാരികളായി തീർന്നിട്ടുള്ളവരാണ്. എന്നാൽ ഈ ശരീരത്തെ വെറും ജഡീകതയിൽ നാം കേന്ദ്രീകരിക്കാനിടയായി തീരുമ്പോൾ സാത്താന്റെ വാസസ്ഥലമായി തീരുന്നു എന്നുള്ളത് നാം ഓർമ്മിക്കണം. ഈ മ്ലേച്ഛത, ആ മ്ലേച്ഛതയിൽ നമ്മെ തന്നെ കുടുക്കുന്നതിന് സഹായകമായ ധാരാളം മാർഗങ്ങളാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. പരിസരം മുഴുവനും അങ്ങനെയാണ്. ചുറ്റുപാടുകളിൽ നമുക്ക് ധാരാളം ഈ ശരീരത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള, ജഡീകതയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വികാരത്തെ ജ്വലിപ്പിക്കുന്നതിന് പര്യാപ്തമായ പ്രേരണകളുണ്ട്, സ്വാധീനങ്ങളുണ്ട്. ഞാനതേപ്പറ്റി വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കൊച്ചുകുട്ടികൾക്ക് മുതൽ മ്ലേച്ഛതയുടെ ഏത് പ്രപഞ്ചത്തിലേക്കും കടന്നു ചെല്ലാൻ സാധിക്കത്തക്കവണ്ണം സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും അതുപോലെയുള്ള സൗകര്യങ്ങളുമായി കഴിഞ്ഞു. അതിനെ നിസാരവൽക്കരിക്കുക, ഈ പാപത്തെ ഒരു സാധാരണ സംഭവം എന്ന വണ്ണം കാണാനിടയായി തീരുക.
ഇവിടെ നാം ഓർമ്മിക്കേണ്ട ഒരു കാര്യം, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 14-ാമത്തെ വചനം, നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത്. 5:28 മത്തായി 5:28, ആസക്തിയോടെ ഒരുവളെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. അപ്പോൾ പാപകർമ്മമല്ല, മറിച്ച് പാപത്തോടുള്ള ആ ഒരു സമീപനമാണ്. ആ ആസക്തികളിൽ നാം ഒഴുകിക്കഴിയുമ്പോൾ പാപം നമ്മിൽ നിറവേറിക്കഴിഞ്ഞു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രമാത്രം മ്ലേച്ഛതകളിലാണ് ജീവിക്കാനിടയായി. ഞാൻ ഇതിന്റെ കാര്യങ്ങളിലേക്ക് ഈ സമയപരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞാൻ വലിയ വിശദീകരണങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ ഞാൻ കടക്കുന്നില്ല. പ്രഭാഷകന്റെ പുസ്തകം 23:16-17, വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. ഈ അഗ്നി ജീവിതം മുഴുവനും കത്തിത്തീരുന്നത് വരെ അവസാനിക്കുകയില്ല. തീ കത്തി തുടങ്ങിയാൽ അങ്ങനെയാണ്. ജഡികാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നത് വരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മധുരിക്കുന്നു, മരണം വരെ അവൻ പിന്മാറുകയില്ല. മരണം വരെ അവൻ പിന്മാറുകയില്ല. വേദപുസ്തകത്തിൽ എത്രയോ ഉദാഹരണങ്ങൾ ലൈംഗിക പാപങ്ങളുടെ ഫലമായി ഉണ്ടായ തലമുറകളിലേക്ക് നീണ്ടു നിൽക്കുന്ന ശാപത്തിന്റെ തകർച്ചയുടെ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. മനുഷ്യന്റെ ശക്തി, എല്ലാ ശക്തിയും തേജസ്സും ചോർന്നു പോയതിന്റെ ഉദാഹരണങ്ങൾ നാം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നാം പരിശോധനയ്ക്ക് വിധേയമാകണം. ലൈംഗിക സുഖം എല്ലാറ്റിന്റെയും ലക്ഷ്യവും കേന്ദ്രവുമാകുമ്പോൾ പിശാച് നമ്മെ നയിക്കുന്നു എന്ന് ഉറപ്പായി നാം വിശ്വസിക്കണം. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ തെറ്റായ സമീപനങ്ങളുണ്ട്. ഭാര്യാഭർത്തൃ ബന്ധത്തിലെ ആ ഒരു സെൽഫ് ഗിവിങ്ങിന്റെ ഒരു ആസ്പെക്ട് വിട്ടിട്ട് വ്യത്യസ്തമായ തലങ്ങളിൽ നിന്നുകൊണ്ട് ലൈംഗികതയെ കാണാൻ ഇടയായിത്തീരുന്ന ആ ഒരു സാഹചര്യം. അതുപോലെ തന്നെ വിവാഹേതര ബന്ധം, അത് വളരെയേറെ ഒരു മാരക രോഗം പോലെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു, പകർച്ചവ്യാധി പോലെ. അതുപോലെ തന്നെ വിവാഹപൂർവ ബന്ധം, ഇതൊരു സാധാരണ കാര്യമെന്ന വണ്ണം അതിനെ സമീപിക്കാനിടയായി. വിശുദ്ധ ജീവിതങ്ങൾ വിവാഹമെന്ന കൂദാശയിലൂടെ ഏക ശരീരമായി തീരുന്ന ആ മുഹൂർത്തം വരെ ലൈംഗികതയെ നിയന്ത്രിക്കാൻ, അതിനെ വിശുദ്ധമായി സൂക്ഷിക്കാൻ, അവിടെയുള്ള സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഒരർപ്പണമായി ഈ ലൈംഗികതയെ കാണാനും സാധിക്കുന്ന ആ ഒരു ആത്മീയതയുടെ പാരമ്പര്യം ചോർന്നു പോകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകൾ ശപിക്കപ്പെടാനിടയായിത്തീരും. ഈ ലൈംഗികാസക്തിയിൽ നിന്ന് പിറന്നു വീഴുന്ന തലമുറ പോലും ഈ ആസക്തിക്ക് അടിപ്പെടാനിടയായിത്തീരുമെന്ന് നാം ഓർമ്മിക്കുമ്പോഴാണ് ഇതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒരു വിശുദ്ധീകരണം ആവശ്യമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ അതനുസരിച്ച് പരിശീലിപ്പിക്കേണ്ടതുണ്ട്. കുടുംബാന്തരീക്ഷം അതനുസരിച്ച് നാം രൂപപ്പെടുത്തേണ്ടതുണ്ട്. അപകടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചുറ്റുപാടുകളിൽ നാം ഓരോരുത്തരും നിരന്തരം വിശുദ്ധീകരിക്കപ്പെടുന്നതിന് പര്യാപ്തമായ ഉദാശാ ജീവിതവും വചനധ്യാനവും ആത്മീയമായ പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും കേൾക്കുന്നതിനുള്ള അവസരങ്ങളും ആത്മീയ മനുഷ്യരോടുള്ള ആ ഒരു ബന്ധവുമെല്ലാം പോഷിപ്പിച്ചെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമാണ്. നമ്മുടെ കുടുംബത്തെ കോട്ടകെട്ടി സംരക്ഷിക്കാൻ അത് അനിവാര്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ നാം ഓർമ്മിക്കും. നാലാമത്തെ മൂലപാപമായി കോപം.
കോപം. എഫെസ്യക്കാർക്ക് ലേഖനം 4-ാം അധ്യായം 26-ാമത്തെ വചനം, കോപിക്കാമെന്നാൽ പാവമാകരുത്, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ, സാത്താന് നിങ്ങൾ ഇടം കൊടുക്കരുത്. കോപം വിദ്വേഷമായി മാറുന്നത് വെളിച്ചം അവസാനിക്കുമ്പോഴാണ്. സ്നേഹത്തിന്റെ വെളിച്ചം സൂര്യൻ അസ്തമിക്കുമ്പോൾ സാത്താൻ കടന്നു വരാനിടയായി. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടു നിൽക്കാതിരിക്കട്ടെ, സാത്താൻ നിങ്ങൾ ഇടം കൊടുക്കരുത്. സാത്താൻ നിങ്ങൾ ഇടം കൊടുക്കരുത്. സാത്താൻ കയറി വന്നാൽ അവൻ നമ്മുടെ ജീവിതത്തെ തകർക്കും. വിദ്വേഷത്തിൽ തടിച്ചു കൊഴുക്കുന്നവനാണ് സാത്താൻ. അവൻ എല്ലാം നമ്മളിൽ നിന്ന് മോഷ്ടിച്ച് കവർന്നെടുക്കും എന്ന് നാം ഓർമ്മിക്കണം. നമ്മളെ തന്നെ അവൻ തകർത്തു കളയും. എബ്രായക്കാർക്ക് ലേഖനം 12-ാം അധ്യായം 14-ാമത്തെ വചനം, വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവീൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീർന്നിട്ടുണ്ട്. ഇവിടെ പ്രതികാരം ചെയ്യാനുള്ള യുക്തിരഹിതമായ ഒരു നിലപാടാണ്, ആഗ്രഹമാണ് കോപത്തിന് അടിസ്ഥാനമായത്. ചിലര് സ്വന്തം ദൗർബല്യം മൂടി വയ്ക്കാൻ വേണ്ടി കോപിക്കുന്നവരുണ്ട്. സ്വന്തം ദൗർബല്യം മൂടി വയ്ക്കാൻ, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകാൻ സാധ്യമല്ലാതെ വരുമ്പോൾ അകാരണമായി കോപിക്കുക. അർഹമായത് അവരെ നിഷേധിക്കുന്നുവെന്ന വിചാരത്തിൽ കോപിക്കുന്നവരുണ്ട്. ഞാൻ കുറ്റമില്ലാത്തവനാണ് എന്നുള്ള ഒരു അഹന്ത ഈ കോപത്തിന്റെ പിൻപിലുണ്ട് എന്ന്. പക്ഷെ ഒന്ന് നാം ഓർമ്മിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ, നീതിപൂർവമായ കാര്യങ്ങളിൽ ചിലപ്പോൾ നാം കോപിക്കേണ്ടി വരും. കുഞ്ഞുങ്ങളെ തിരുത്താൻ, വിശ്വാസത്തിനെതിരെയുള്ള ആ ഒരു പ്രബോധനങ്ങൾക്കെതിരെ, ഭാഷണതകൾക്കെതിരെ നിലപാടുകൾ എടുക്കാൻ, സത്യത്തിന്റെ പക്ഷം ചേരാൻ. പക്ഷേ അത് വിദ്വേഷമായി, വെറുപ്പായി വളരുന്നില്ല എന്ന് നാം ഉറപ്പാക്കേണ്ടതുണ്ട്. ഇവിടെ കോപത്തിന്റെ സ്ഥാനത്ത് പകരമായി ക്ഷമ കൊണ്ട് നാം നിറയുക എന്നുള്ളതാണ്. വേറൊരവസരത്തിൽ തീർച്ചയായും അത് നമ്മളെ ധ്യാനത്തിന് വിഷയമാക്കേണ്ടതാണ്. അത് വേറൊരവസരത്തിൽ നാം ഒരു വിഷയം നമുക്ക് ധ്യാന വിഷയമാക്കാം എന്ന് ഞാൻ വിചാരിക്കുകയുമാണ്. അതുകൊണ്ട് ഈ അനുതാപത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു വരാൻ, കോപം എന്ന ബലഹീനതയിൽ നിന്ന് മോചനം നേടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പരിശ്രമിക്കാം. 5-ാമതായി ഭോജനപ്രിയം. ഭോജനപ്രിയം, കൊതി എന്ന് പറയുന്നത് ഭക്ഷണപാനീയങ്ങളിൽ അമിതമായി യുക്തിക്ക് ചേരാത്ത വിധം സുഖം തേടുകയാണ് ഈ പാപത്തിന് അടിസ്ഥാനമായി നിൽക്കുന്നത്. വിശുദ്ധ തോമസ് അക്വീനാസ് ദൈവത്തിൽ മാത്രം ആനന്ദം കണ്ടെത്തുക എന്ന മനുഷ്യ ജീവിത ലക്ഷ്യത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് ഇതിന് അടിസ്ഥാനമായി നിൽക്കുന്നത്. ഭക്ഷണത്തിൽ ആനന്ദം കണ്ടെത്തും. നാം തീർച്ചയായും ആരോഗ്യമായി ജീവിക്കാൻ ഭക്ഷിക്കണം. എന്നാൽ ഭക്ഷണം നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ലക്ഷ്യമായി മാറുക, ഭക്ഷണ സുഖം എന്നുള്ളത് നമ്മെ വല്ലാതെ കീഴ്പ്പെടുത്താൻ ഇടയായി തീരുക എന്നുള്ളത് അത് അപകടകരമായ ഒന്നാണ്. അത് നമ്മൾ പാപവാസന വളർത്താനിടയായി. ഭോജനപ്രിയം നമ്മിൽ പാപവാസന വളർത്താനിടയായിത്തീരും. അതുകൊണ്ട് ഭക്ഷണക്രമത്തിൽ ചിട്ടയില്ലാതെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് തോന്നുമ്പോഴെല്ലാം ഭക്ഷിക്കുക, ഒരു ക്രമീകരണവുമില്ല. രുചികരവും വിശേഷതരവുമായ ഭക്ഷണം മാത്രം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധിക്കുക. ഭക്ഷണ രുചിയിൽ എന്തെങ്കിലും വ്യത്യാസം വന്നാൽ ആകപ്പാടെ കലഹമാകുക, അസ്വസ്ഥത വരും. ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുന്നു എന്ന മട്ടിൽ ജീവിക്കുന്നു. അപ്പോൾ ഇവിടെ ആവശ്യത്തിലധികമായും ആർത്തിയോടെയും ഭക്ഷിക്കുക, ആവശ്യത്തിലധികവും ആർത്തിയോടെയും ഭക്ഷിക്കുക എന്ന്. ഇവിടെ പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ട കാര്യം, മിതഭോജനം എന്ന ആ ഒരു പുണ്യം സ്വന്തമാക്കുന്നതോടൊപ്പം
നാം ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം ഇല്ലാത്തവരെ പറ്റിയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് നമുക്ക് വലിയൊരു സംരക്ഷണമാണ്. എൻ്റെ ഭക്ഷണത്തിൽ നിന്നും കുറവ് ചെയ്ത് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു ആത്മസംതൃപ്തി, നാം വാരി വലിച്ചു കഴിക്കുന്നതിലൂടെ നമ്മുടെ ഉദരം മാത്രമാണ് നിറയുന്നത്. എന്നാൽ നാം മിതമായി ഭക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണത്തിൽ കുറവ് ചെയ്തുകൊണ്ട് പാവപ്പെട്ടവന്, വിശക്കുന്നവന് ആ ഭക്ഷണത്തിൽ ഭാഗഭാഗിത്വം നൽകുമ്പോൾ നമ്മുടെ ഉദരം മാത്രമല്ല ഇവിടെ പോഷിപ്പിക്കപ്പെടുന്നത്, നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും പോഷിപ്പിക്കപ്പെടാൻ ഇടയായിത്തീരും. അത് നമ്മെ ആത്മീയമായ വളർച്ചയ്ക്ക് കാരണമാകും. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തത്വം കൂടി നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വയറ് നിറഞ്ഞോ എന്നുള്ള പരിശോധനയല്ല. ഭക്ഷണം കഴിച്ച് 20 മിനിറ്റ് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വയറിൽ അത് എത്തി ഒരു നിറയുന്ന അനുഭവം നമുക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ നാം വയറ് നിറഞ്ഞു കവിഞ്ഞ് ഭക്ഷിക്കുക എന്നുള്ളതല്ല, എപ്പോഴും മിതമായി ഭക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ആരോഗ്യത്തിനും അത് അനിവാര്യമാണ്. നമ്മളെ കർമ്മനിരതരായി നിർത്തുന്നതിന് അത് ആവശ്യമാണ്. അമിതമായി ഭക്ഷിക്കുന്നതിലൂടെ നമുക്ക് ശാരീരികമായ ക്ലേശമുണ്ടാവും, നമുക്ക് മാനസികമായ ക്ലേശമുണ്ടാവും, നമ്മുടെ ബുദ്ധിയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കാൻ ഇടയായിത്തീരും. നമ്മളുടെ ജീവിതത്തെ സമഗ്രമായി നമ്മുടെ ആത്മീയതയെ ബാധിക്കാൻ ഇടയായിത്തീരും. നമ്മളിൽ പലപ്പോഴും ജഡീകത ഉണരുന്നതിനുള്ള കാരണമായി തീരും. ഇവിടെ കൃത്യമായ ഭക്ഷണത്തിന്റെ പിൻപിലുള്ള ഒരു ആത്മീയത സൂക്ഷിക്കണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ പ്രത്യേകിച്ചും ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം 5 മൂലപാപങ്ങളെ പറ്റിയാണ് ഈ 2 ദിവസങ്ങളിലായി നാം ധ്യാനിച്ചത്. ഇത്രമാത്രം സമയം നാം ഇതിലേക്ക് കൊടുക്കുന്നത്, ഈ പരിമിതമായ സമയത്തും ഇതിന് പ്രാധാന്യം കൊടുക്കുന്നത്, ഇത് നമ്മെ പാപത്തിന്റെ കെണിയിൽ വീഴ്ത്തുന്ന മൂലപാപങ്ങളാണ്, വേരുകളാണ് എന്നുള്ളത് കൊണ്ടാണ്. തീർച്ചയായും നമ്മുടെ ജീവിതത്തെ സമഗ്രമായി പരിശോധിക്കുന്നതിന് ഇത് സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുർബാന എന്ന ഭക്ഷണം, കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും, അത് നമ്മെ പോഷിപ്പിക്കും. നമ്മുടെ മനസ്സിനെ നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കും, നമ്മുടെ ഹൃദയത്തെ പോഷിപ്പിക്കും, നമ്മുടെ മനസ്സിനെ പോഷിപ്പിക്കും, നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കും, നമ്മുടെ വ്യക്തിബന്ധങ്ങളെ പോഷിപ്പിക്കും, നമ്മുടെ ജീവിതത്തെ ആകമാനം ആരോഗ്യത്തിലും തേജസ്സുറ്റതുമാക്കി നിലനിർത്തുമെന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. അപ്പോൾ ഈ ഒരു കൂട്ടായ്മയിലുള്ള ഭക്ഷണമാണ്, കർത്താവിനോട് ചേർന്നാണ് എപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യത്തോടെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു മേശയിൽ എന്നോടൊപ്പം കർത്താവുണ്ട് എന്നുള്ളതും, എൻ്റെ ഭക്ഷണമേശയോട് ചേർത്ത് പട്ടിണി കിടക്കുന്നവനെ ഞാൻ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു ആത്മീയമായ കാഴ്ചപ്പാട് ഈ ഭക്ഷണക്രമങ്ങളെ അത് ക്രമീകരിക്കാനും ഒരു ആത്മീയ അനുഭവമാക്കി രൂപാന്തരപ്പെടുത്താനും സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ലുത്തിനിയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിനും പുത്രനും സമനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവശക്തനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശക്തിദാതാവായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സർവനന്മ സ്വരൂപിയായിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കരുണയാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നീതിയുടെ ഉറവിടമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ഭയമകറ്റുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ
മേൽ കൃപ ചൊരിയണമേ. പ്രത്യാശ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജ്ഞാനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബുദ്ധി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിവേകം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആലോചന നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദൈവഭയം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആത്മശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സ്നേഹമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ശാന്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ആനന്ദമാകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ക്ഷമ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ദയ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നന്മ നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സൗമ്യശീലം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ബ്രഹ്മചര്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. അനുസരണം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശ്വാസം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സകലത്തെയും ശക്തിമൽക്കരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രലോഭനങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. സാത്താന്റെ കുടിലതന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. പ്രതികൂല സാഹചര്യങ്ങൾ അതിജീവിക്കാൻ ശക്തി നൽകുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. വിശുദ്ധ കുർബാനയിൽ നിറഞ്ഞിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. കൂദാശകളിലൂടെ ഞങ്ങളെ പൗത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. ജീവജലത്തിന്റെ അരുവിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. നിത്യജീവനിലേക്ക് എന്നെ നയിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന സ്നേഹമേ, ഞങ്ങളുടെ മേൽ കൃപ ചൊരിയണമേ. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. യഥാർത്ഥ മരിയഭക്തി ഖണ്ഡിക 19, 20, 21. നമ്മുടെ കർത്താവിൻ്റെ തുറന്നുള്ള ജീവിതം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മറിയം വഴി വേണം തൻ്റെ അത്ഭുതങ്ങൾ ആരംഭിക്കാൻ എന്നുള്ളതായിരുന്നു അവിടുത്തെ തിരുമനസ്സെന്ന് മനസ്സിലാകും. അവിടുന്ന് യോഹന്നാനെ തൻ്റെ അമ്മയായ എലിസബത്തിൻ്റെ ഉദരത്തിൽ വെച്ച് വിശുദ്ധീകരിച്ചു. പക്ഷേ അത് സംഭവിച്ചത് മറിയത്തിൻ്റെ മധുരമൊഴികൾ വഴിയാണ്. അവൾ സംസാരിച്ചു തീരും മുമ്പേ യോഹന്നാൻ വിശുദ്ധീകരിക്കപ്പെട്ടു. ഇതായിരുന്നു അവിടുത്തെ കൃപയുടെ തലത്തിലെ ആദ്യ അത്ഭുതം. കാനായിലെ കല്യാണത്തിൽ അവിടുന്ന് വെള്ളം വീഞ്ഞാക്കി. അതിന് കാരണം മറിയത്തിൻ്റെ വിനീതമായ പ്രാർത്ഥന മാത്രമാണ്. പ്രകൃതിയുടെ തലത്തിലെ ആദ്യ അത്ഭുതം ഇതത്രേ. അവിടുന്ന് മറിയം വഴി അത്ഭുതങ്ങൾ ആരംഭിച്ചു. മറിയം വഴി അത് തുടർന്നു. കാലത്തിൻ്റെ അവസാനം വരെ മറിയം വഴി അത് തുടരുക തന്നെ ചെയ്യും. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ദൈവിക പിതൃത്വം അവകാശപ്പെടാനാവില്ലെങ്കിലും, എന്നുവെച്ചാൽ മറ്റൊരു ദൈവവ്യക്തിയെ പുറപ്പെടുവിച്ചില്ലെങ്കിലും അവിടുന്ന് മണവാട്ടിയായ മറിയത്തിൽ ഫലമണിഞ്ഞു. അവളോട് കൂടിയും അവളിലും അവളുടേതുമായി പരിശുദ്ധാത്മാവ് തൻ്റെ മാസ്റ്റർ പീസ് മെനഞ്ഞു. അതാണ് മനുഷ്യനായി തീർന്ന ദൈവം. അവിടുന്ന് ലോകാവസാനം വരെ അനുദിനം തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ശിരസ്സായ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇക്കാരണത്താലാണ്
പരിശുദ്ധാത്മാവ് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളും തന്നിൽ നിന്ന് ഒരിക്കലും വേർപിരിയാത്ത വധുവുമായ മറിയത്തെ ഒരാത്മാവിൽ എത്ര കൂടുതലായി കാണുന്നുവോ അത്രയ്ക്കധികമായ ശക്തിയോടും നിരന്തരവുമായി ആ ആത്മാവിൽ പ്രവർത്തിച്ച് യേശുക്രിസ്തുവിനെ ആത്മാവിലും ആത്മാവിനെ യേശുക്രിസ്തുവിലും രൂപപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവിന് സ്വയമായി ഫലദായകത്വം ഇല്ലാതിരിക്കെ പരിശുദ്ധ കന്യക അവിടത്തേക്ക് അത് നൽകി എന്ന് ഇവിടെ ധ്വനിക്കുന്നില്ല. അവിടുന്ന് ദൈവമാകയാൽ പിതാവിനും പുത്രനും ഒപ്പമുള്ള ഒരു ഫലദായകത്വം അല്ലെങ്കിൽ ഉൽപാദക ശക്തി അവിടത്തേക്കുമുണ്ട്. അവിടുന്ന് മറ്റൊരു ദൈവിക വ്യക്തിയെ പുറപ്പെടുത്താത്തതുകൊണ്ട് തൻ്റെ കഴിവിനെ ഉപയോഗിച്ചില്ലെന്ന് മാത്രം. തനിക്ക് അവളെ കൂടിയേ തീരൂ എന്നില്ലാതിരുന്നിട്ടും അവിടുന്ന് തൻ്റെ ഫലദായകത്വത്തെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ അവളെ ഉപയോഗിച്ചു എന്നേ കരുതേണ്ടു. അങ്ങനെ അവളിലും അവൾ വഴിയും അവിടുന്ന് യേശുക്രിസ്തുവിനും അവിടുത്തെ അവയവങ്ങൾക്കും രൂപം നൽകി. ക്രിസ്ത്യാനികളിൽ ഏറ്റവും ആത്മീയരും ജ്ഞാനികളുമായവർക്ക് പോലും അജ്ഞാതമായ കൃപാവരത്തിൻ്റെ രഹസ്യം. സഹായകനായ പരിശുദ്ധാത്മാവേ, പാപം അതിൻ്റെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനുള്ള അനുഗ്രഹം എനിക്ക് നൽകണമേ. പാപസുഖം ഉപേക്ഷിക്കാനുള്ള ത്യാഗമനോഭാവവും ധീരതയും ശക്തിയും പ്രലോഭന ആരംഭത്തിൽ തന്നെ എനിക്ക് നൽകണമേ. പാപചിന്ത തുടങ്ങുമ്പോൾ തന്നെ ഭയത്തോടെ അത് തിരസ്കരിക്കാൻ കൃപയേകണമേ. ആഗ്രഹത്താൽ പോലും ഒരു പാപം ചെയ്യാതെ എന്നെ കാത്തുകൊള്ളണമേ. അങ്ങനെ പാപം തുടക്കത്തിൽ തന്നെ എതിർക്കാൻ എന്നെ ശക്തനാക്കണമേ. യേശുവിനെക്കുറിച്ച് ദൈവദൂതനിൽ നിന്ന് കേട്ടവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ മറിയമേ, ദുർമോഹങ്ങളാൽ വേട്ടയാടപ്പെടുന്ന എൻ്റെ മനസ്സ് നിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. ജഡിക ചിന്തകളിൽ നിന്ന് പൂർണ്ണമായും മോചിതമായി ദൈവിക ചിന്തകളാൽ എൻ്റെ ഹൃദയം സദാ നിറയാൻ അമ്മ സഹായിക്കണമേ. പുത്രന്റെ രക്ഷാകര രഹസ്യങ്ങൾ നിസ്തന്ത്രമായി വിശ്വാസികൾക്ക് മുൻപിൽ അനാവരണം ചെയ്യുന്ന പരിശുദ്ധ മറിയമേ, നിന്റെ ദിവ്യമായ ഓർമ്മകളിലേക്കും ധ്യാനാത്മക വീക്ഷണത്തിലേക്കും എന്നെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. ഈ ലോകത്തോട് ബന്ധിച്ചിടുന്ന തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും മോചിതരായി തീരട്ടെ. പാപകരമായ ജീവിതത്തിന് കാരണമായിരിക്കുന്ന ജഡീകാസക്തിയിൽ നിന്നും കോപത്തിൽ നിന്നും ഭോജനപ്രിയത്തിൽ നിന്നും നിങ്ങൾ ഓരോരുത്തരും അവിടുത്തെ തിരുരക്തത്താൽ മോചിതരായി തീരട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ സംരക്ഷണവും മാലാഖഗണങ്ങളുടെ കാവലും നിങ്ങൾ ഓരോരുത്തരോടുകൂടെയും നിങ്ങളുടെ ഭവനങ്ങളുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.